ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വേദയുടെ ഭക്ഷണം കാണാതാവുമ്പോൾ അവിടെ മൊത്തം പ്രശ്നമാവുമായിരിക്കും. വേദയാണെങ്കിലും ശ്രീജയോട് പറയുന്ന സമയത്ത് ശ്രീജ അത് നന്ദിനി തന്നെ ചെയ്യുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുമായിരിക്കും. അങ്ങനെ അവർ തമ്മിൽ സംസാരമൊക്കെ ഉണ്ടായതിനു ശേഷം ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമാവുമായിരിക്കും കേട്ടോ, വിക്രമിൻ്റെ ഏട്ടന്മാർ തമ്മിൽ. അങ്ങനെ മൊത്തം അടിപിടിയൊക്കെ ആവുന്ന സമയത്ത് വിക്രമാണെങ്കിലും വരുന്നുണ്ടാവും. അങ്ങനെ മൊത്തം അടിപിടിയായിരിക്കും അവിടെ. ആ സമയത്തായിരിക്കും അച്ഛനും അമ്മയും ആ ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ അടി കൂടുന്നത് കാണുമ്പോൾ അച്ഛനാണെങ്കിലും ദേഷ്യം വരികയായിരിക്കും. എന്നിട്ട് എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്, ഒരു പെണ്ണിന് വേണ്ടി ഇവിടെ മൊത്തം പ്രശ്നമാണല്ലോ, ഇവിടെ വന്ന് കയറിയപ്പോൾ മുതലാണ് ഇവിടെ പ്രശ്നമായത് എന്നൊക്കെ പറഞ്ഞ് വേദയാണെങ്കിലും പറയുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ വേദയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമായിരിക്കും. കാരണം വിക്രമാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒന്നും റിയാക്ട് ചെയ്യുന്നേ ഉണ്ടാവില്ല, വേദയെ സപ്പോർട്ട് ചെയ്തിട്ടോ ഒന്നും തന്നെ സംസാരിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വേദയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമായിരിക്കും. ഞാൻ കാരണം ഇനി ഇവിടെ പ്രശ്നം വേണ്ട, ഞാൻ പൊക്കോളാം ഇവിടുന്ന്, ഇനിയിപ്പോൾ എൻ്റെ പേരിൽ ഇവിടെ ആരും പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാനാണല്ലോ ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ പറയുമായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അച്ഛൻ്റെ അടുത്താണെങ്കിലും പറയും, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം, ഞാൻ ഈ വീട് വിട്ട് പോവുകയാണ്, എൻ്റെ ഭർത്താവ് ഇനി എന്നെ തിരിച്ചു വിളിക്കാതെ ഞാനിനി വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ പറയും. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും ശ്രീജയ്ക്കാണെങ്കിലൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും വേദ തിരിച്ചു പോകാണെന്ന് പറയുമ്പോൾ. അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വേദ ഒരുപാട് നേരം കരയുന്നൊക്കെ ഉണ്ടാവും കേട്ടോ. അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ശ്രീജയാണെങ്കിലും ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ വേദ പോവുകയാണെന്ന് അറിയുമ്പോൾ. വിക്രമാണെങ്കിലും ഒന്നും റിയാക്ട് ചെയ്യുന്നുണ്ടാവില്ല. എന്നിട്ട് പിന്നെ അച്ഛൻ്റെ അടുത്ത് പറയുമായിരിക്കും, വിക്രം എന്നെ തിരിച്ച് വിളിക്കാതെ ഞാനിനി വരില്ല, വിക്രം എന്നെ വിളിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഈ വീട്ടിലേക്ക് തിരിച്ചു വരും, ഞാൻ ഈ വീട് വിട്ട് പോവുകയാണ്, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ അച്ഛനാണെങ്കിലും വേദയ്ക്ക് അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. കാരണം അച്ഛൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട് വേദയോട്, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ സങ്കടം ഉണ്ടാവും കേട്ടോ പോകുന്നതിൽ. എന്നിട്ട് പിന്നെ വേദയാണെങ്കിലും പോവുമായിരിക്കും അവിടുന്ന് വീട് വിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നന്ദിനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുമായിരിക്കും. അവരുദ്ദേശിച്ച കാര്യമൊക്കെ നടന്നു എന്നുള്ള രീതിക്കായിരിക്കും നന്ദിനിയാണെങ്കിലും. എന്നിട്ട് പിന്നെ നേരെ ചെല്ലുന്നത് വേദയുടെ വീട്ടിലേക്കായിരിക്കും. അപ്പോൾ വേദയെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുമായിരിക്കും. അച്ഛനൊക്കെ ഓടി വരികയായിരിക്കും കേട്ടോ, കിടന്നെടുത്തുനിന്ന് എഴുന്നേറ്റ് ഓടി വരികയായിരിക്കും വേദയെ കാണുമ്പോൾ. എന്നിട്ട് നീ വന്നല്ലോ, എനിക്ക് സമാധാനമായി, ഇനി എനിക്ക് സന്തോഷത്തിൽ ജീവിക്കാം, ഇത്രയും നാൾ ഞാൻ ടെൻഷനിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്, ഇനി എനിക്ക് സമാധാനമായി മോളെ, എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നീ വന്നല്ലോ, എല്ലാം ഇട്ടെറിഞ്ഞിട്ടാണല്ലോ നീ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരമൊക്കെ ആയിരിക്കും കേട്ടോ. അച്ഛനാണെങ്കിലും കെട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ വേദയാണെങ്കിലും അച്ഛൻ്റെ ബർത്ത്ഡേ നമുക്ക് നല്ല പോലെ ആഘോഷിക്കണം എന്നൊക്കെ തീരുമാനിക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ നല്ല രീതിക്ക് തന്നെ ബർത്ത്ഡേ ആണെങ്കിൽ ആഘോഷിക്കുക കേട്ടോ. വേദയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും, വർഷയാണെങ്കിൽ ഇത് എന്തു പറ്റി, എന്താ ഇപ്പോൾ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് വർഷയ്ക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തിനാണെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും വേദ തിരിച്ചു വന്നല്ലോ എന്നുള്ള രീതിക്ക്. അങ്ങനെ എല്ലാവരും നല്ലപോലെ ഒത്തുകൂടി സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വിക്രമിൻ്റെ വരവ് കേട്ടോ. വിക്രമിന് വരാതെ പറ്റില്ല, കാരണം ആ ഒരു പാർട്ടി പ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സമ്മേളനത്തിന് നിങ്ങൾ രണ്ടുപേരുണ്ടായേ പറ്റൂ എന്നുള്ള കാര്യമൊക്കെ ഓർത്തിട്ട് വിക്രമനാണെങ്കിലും വരാതെ വേറെ വഴിയില്ല. എന്നിട്ട് പിന്നെ വേദയെ കൊണ്ടുപോകാനായിട്ട് വിക്രം വരികയായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ അച്ഛനും എല്ലാവർക്കും ടെൻഷൻ ആവുമായിരിക്കും, വീണ്ടും ഇവള് പോവോ എന്നുള്ള രീതിക്ക് കേട്ടോ. അവസാനം വിക്രമാണെങ്കിലും ഓരോന്നൊക്കെ പറഞ്ഞ് വേദയുടെ മനസ്സ് മാറ്റുമായിരിക്കും. എന്നിട്ട് പിന്നെ വേദയാണെങ്കിലും അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുകയായിരിക്കും കേട്ടോ, ഞാൻ പോവുകയാണ്, എൻ്റെ ഭർത്താവാണ് എന്നെ വന്ന് വിളിക്കാൻ വന്നത്, പോവാതെ വേറെ വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ വേദ അവിടുന്ന് അച്ഛനെ ധിക്കരിച്ച് വീണ്ടും വിക്രമിൻ്റെ കൂടെ തിരിച്ച് പോവുമായിരിക്കും. വേദയാണെങ്കിൽ പോയി കഴിയുമ്പോൾ വീണ്ടും അച്ഛനും അതുപോലെ ആ ഒരു കുടുംബത്തിനും ഭയങ്കര സങ്കടമായിരിക്കും, കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ആ വീട്ടിലാണെങ്കിൽ അതേസമയം വിക്രമും വേദയും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. അമ്മയാണെങ്കിൽ സന്തോഷത്തിൽ വേദിയെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നന്ദിനിക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം രണ്ടുപേരും കൂടി ചേർന്ന് ആ ഒരു പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരിക്കും. അപ്പോൾ രണ്ടുപേർക്കും മാലയൊക്കെ ഇട്ട് സ്വീകരണമൊക്കെ ആയിരിക്കും കേട്ടോ. ഭാര്യ ഭർത്താക്കന്മാരെ പോലുള്ള സ്വീകരണം തന്നെയായിരിക്കും. അതിലിവരെല്ലാവരും പങ്കെടുക്കുന്നുണ്ടാവും. നന്ദിനിയാണെങ്കിൽ ഇങ്ങനെ കുശുമ്പോണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ശ്രീജയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ ഒരു കാഴ്ച കാണുമ്പോൾ. അങ്ങനെ എല്ലാ നാട്ടുകാരുടെ മുമ്പിലും ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെ അംഗീകരിക്കും പ്പെടുന്ന നിമിഷം തന്നെയായിരിക്കും നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.